യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ചിറ്റിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. പോസ്റ്റ് ഓഫീസിന് സമീപം. ഞാൻ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്ത സമയത്ത് റോഡ് സൈഡിൽ ഒരു കൂടയിൽ 2 ഭക്ഷണപ്പൊതിയും ഒപ്പം ദാഹജലത്തിന്റെ ഒരു മൺകൂജയിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിവിടെ വണ്ടി നിർത്തിയത്. അപ്പൊ അതിന്റെ ശില്പിയാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നുള്ളത് നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. അത് നമുക്ക് ചേട്ടൻ ഒന്ന് പരിചയപ്പെടാം. ചേട്ടൻ പേര്? രാജൻ. എന്തെന്ന് ചേട്ടൻ? ഞാനൊരു ചെറിയൊരു ചന്ദനത്തിരിയുടെ ചെറിയൊരു സംരംഭം നടത്തുകയാണ്. അത് വലിയൊരു സ്ഥാപനമായിട്ടുണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധികളെ കൂട്ടിയപ്പോൾ ഞാൻ ഇവിടേക്ക് ഈ വീട്ടിലേക്ക് എൻ്റെ ഒരു സുഹൃത്തിന് വരാൻ ഇവിടേക്ക് താമസം മാറ്റിയതാണ്. അത് ശരി. അപ്പൊ റോഡ് സൈഡിലായതുകൊണ്ട് ഞാൻ ഈ ചന്ദനത്തിരിയുടെ വിൽപ്പനയുടെ ഒരു ബോർഡ് ചെറുത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പലപ്പോഴും ഇത് കാണുമ്പോൾ നമ്മള് നല്ലൊരു സ്ഥിതിയിലാണെന്നുള്ള ധാരണയില് പലരും സഹായങ്ങൾ ചോദിച്ചും അതുപോലെ തന്നെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ ഈ ഭക്ഷണത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായത്തിന്റെ സ്ഥിതി അല്ല ഇപ്പൊ എനിക്ക്. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ മുമ്പേ ഇതുപോലെ പല സ്ഥലങ്ങളിലും ചെയ്യാറുണ്ട്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊടുക്കും. അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പൊതിഞ്ഞ് വാങ്ങിച്ച് അത് ടൗണിൽ കാണുന്ന പാവപ്പെട്ടവർക്ക് കൊടുക്കും. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഇവിടെ താമസാക്കിയിട്ട് ഒരു 3 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല ഇതുകളും ആളുകൾ തന്നെ വന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഭാര്യയായിട്ട് സംസാരിച്ചു. ഇങ്ങനൊരു ആശയം ഉണ്ട്, എനിക്ക് മനസ്സിലായത് നമുക്ക് ചെയ്തു തുടങ്ങി. അതിനെന്താ നമുക്കുള്ളത്, നമ്മൾ ഇവിടെ വെക്കുന്ന സാധനം എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പൊ നമ്മളിതിൽ ഒരു ദിവസം എല്ലാ ദിവസം എത്ര പൊതിച്ചോറ് നമ്മൾ മാത്രം ഇപ്പൊ ചെയ്യുന്നുള്ളൂ. 2 പൊതി മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. ഞാൻ എന്റെ സുഹൃത്തുക്കളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പലരും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മള് 2 പൊതി ചോറ് വെക്കും. ഇവിടെ ഒരു 12:30 ആകുമ്പോഴേ വെക്കുള്ളൂ. അത് ശരി. നമ്മുടെ സഹജീവികളോടുള്ള ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം ഇത് ചേട്ടന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വലിയൊരു ഇനിഷ്യേഷൻ ആണ്. അതിന് ഒരിക്കലും നമുക്ക് അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് കണ്ട ഉടനെ തന്നെ വന്നിട്ട് ഞാൻ ഇതിന്റെ പിന്നിലുള്ള ചേതവികാരം ഇത് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ആശയം വരാനുള്ള കാര്യം എന്താണ്? നമ്മളെ കൊണ്ട് കഴിയാവുന്നത്, ഞാൻ സത്യത്തിൽ ഏർപ്പെട്ടിണിയിലാണ്. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് കഴിയാവുന്നത് നമ്മളെ സഹജീവികൾക്ക് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇവിടെ ഈ വഴിക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും കാരണവശാല് നമുക്ക് സാമ്പത്തിക ആ സമയത്ത് ഭക്ഷണത്തിന് ഒരു സാധ്യത കയ്യിലില്ല എന്നുള്ള ഒരവസ്ഥ ഉണ്ടാവും. ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അത് 100 പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്കുള്ള ഒരു സപ്പോർട്ട് മാത്രമായിട്ട് ചേട്ടനെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ല, അതുകൊണ്ട് ഇത് വീഡിയോ എടുത്ത് ചാനലിലൊന്നും ഇടണ്ട എന്നാണ് ചേട്ടൻ ആദ്യം എന്നോട് പറഞ്ഞത്. അപ്പം നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 4 പേര് അറിയണം, അതുവഴി എനിക്ക് വലിയ ക്രെഡിറ്റ് അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷിച്ചിട്ടായിരിക്കാം. അപ്പോൾ എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിൽക്കുന്ന ഒരാളാണ്. അതിൽ കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഈ വീഡിയോ കാണുന്ന അഭ്യുദയകാംക്ഷികളായിട്ടുള്ള നമ്മുടെ പ്രേക്ഷകരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഭക്ഷണത്തിന് ഉള്ള ഇത് ചെറിയൊരു എമൗണ്ട് അത് വേണ്ട, എനിക്ക് പണം വേണ്ട, ഈ കാര്യത്തിൽ പണം വേണ്ട. വളരെ നന്ദി.